ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസ് അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 90 എപ്പിസോഡായി. ഇനിയിപ്പോൾ അടുത്തത് ലാസ്റ്റ് അടുത്ത ഗ്രാൻഡ് ഫിനാലെ, അടുത്ത ആഴ്ച ഗ്രാൻഡ് ഫിനാലിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ മത്സരാർത്ഥികളെല്ലാം പുതിയതിലേക്ക് ഇന്ന് എത്തിയിട്ടുണ്ടാവും, എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് അനുമോളുടെയും അനീഷിൻ്റെയും പ്രണയം. എനിക്ക് തോന്നുന്നു അനീഷ് ഉള്ള കാര്യം, അതായത് ആൺകുട്ടികളെ പോലെ പ്രൊപ്പോസ് ചെയ്യുന്ന ആൺകുട്ടികളെ പോലെ ഉള്ള കാര്യം അനീഷ് വിട്ടുതുറന്ന് പറഞ്ഞു, മാന്യമായ രീതിയിൽ പറഞ്ഞു. അനീഷിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാര്യം അനീഷ് പറഞ്ഞത് അനുമോളുടെ അടുത്താണ്. വേറെ ഒരാളോട് അനീഷ് ഡിസ്കസ് ചെയ്തിട്ടില്ല. പക്ഷെ അനുമോൾ ചെയ്തത് അവിടെയുള്ള എല്ലാ നോക്കിയാൽ മനസ്സിലാൻ പറ്റും. ഫുള്ള് ചർച്ച ആദിലിൻ്റെ അടുത്ത് അവിടെ പോയി എന്തെല്ലാമൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട് അനീഷിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു മുൻപ് ആദിലും അനുമോളും തമ്മിൽ നല്ല പ്രശ്നമായിരുന്നു, നല്ല ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്തത് അനീഷാണ്. ആ സമയത്താണ് അനീഷ് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ അനീഷിന് വന്നൊരു ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി അനീഷ് യൂട്ടിലൈസ് ചെയ്തു. അതായത് അനുമോള് ഒരു പ്രോബ്ലം നിൽക്കുന്ന സമയത്ത് ആ ഇമോഷണലായിട്ടുള്ളൊരു കാര്യത്തേക്ക് അനീഷ് പിടിച്ചു. എന്നിട്ടാണ് അനീഷ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ആ ഒരു നെഗറ്റീവാണ് അനീഷ് ചെയ്തത്. പക്ഷെ പറഞ്ഞത് മാന്യമായ രീതിയിൽ ആൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. അത് നല്ല രീതിയിൽ അനുമോൾ ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ബിഗ് ബോസിൽ ഇറങ്ങിയാലും ഇവരെ ഇത് ലൈഫ് ലോങ് വേട്ടയുടെ കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു റൂമർ കിട്ടിയാൽ ഇങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നീലക്കുയിൽ ഒരു ചാനൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ലക്ഷ്മി നക്ഷത്രം ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോളും, അല്ല ലക്ഷ്മിയോടല്ല, രേണു സുധീർ ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോളും തങ്കച്ചനും തമ്മിൽ ഒരു അഫയർ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്, റൂമർ ഉണ്ടായിരുന്നു, അത് ശരിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട കണ്ടന്റ് കൊണ്ടുവരുന്ന ചാനലുകളുണ്ട്, ചാനലുകളുണ്ട്. അപ്പോൾ ബിഗ് ബോസിന് വേണ്ടതെന്ന് വെച്ചാൽ ബിഗ് ബോസിന് വേണ്ടത് കണ്ടന്റാണ്. അപ്പോൾ ആ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ലാല വന്ന സമയത്ത് കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ പ്രണയത്തിൻ്റെ ഒരു കണ്ടന്റ് പോലെ തന്നെ കേക്ക് മുറിച്ചത്. അപ്പോൾ അതിൽ അനീഷ് വളരെ നല്ല, അനീഷിൻ്റെ മുഖഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നല്ല ഹാപ്പി ആയിട്ട് ആണ് അനീഷ് കേക്ക് മുറിക്കുന്നത്. പക്ഷേ അനുമോള് അവിടെ ഡിസ്കംഫർട്ടായിരുന്നു. ആ അനുമോള് കാരണം വെറുപ്പിക്കാനും പറ്റില്ല. കാരണം അനീഷ് ലോകമെമ്പാടും കാണുന്നൊരു ഗെയിമാണ്. ഫ്രണ്ടിൽ ലാലാട്ട് നിൽക്കുന്നുണ്ട്. എന്ത് നെഗറ്റീവ് പറഞ്ഞാലും അത് അവരുടെ കരിയറിനെ നെഗറ്റീവായിട്ട് ബാധിക്കും, എങ്ങനെ ബാധിക്കുന്നുള്ളൊരു അനുമോള് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് അനുമോളത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തെങ്കിൽ കൂടി അവരുടെ മുഖഭാവം ഫേസ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരവിടെ ഡിസ്കംഫർട്ടായിരുന്നു. അതായത് ഇതെങ്ങനെ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് പോയാൽ മതി എന്നത് തോന്നലായി അനുമോൾക്ക് ഈ ഒരു കാര്യത്തിൽ. അതായത് ഇവർ ഏഷ്യനെറ്റ് ആണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും അനാവശ്യമായിട്ട് ഈ കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അനീഷിനായാലും നമ്മൾ കൂടുതൽ പേര് ഇഷ്ടപ്പെട്ടത്, അതായത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അനീഷിനെ സ്നേഹിക്കുന്നുണ്ട്, അനീഷിൻ്റെ ഒരു ഗെയിം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അനീഷിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചാൽ അനീഷ് ഒരു സാധാരണ ലെവലിൽ വന്നിട്ട് ഒരു വ്യക്തിയാണ്. വന്ന കുറച്ച് പട്ടി ഷോ കാണിച്ചെങ്കിൽ കൂടി നല്ല രീതിയിൽ വോട്ടിംഗ് കിട്ടുന്ന രീതിയിൽ ആൾ ഗെയിം കളിക്കാൻ തുടങ്ങി. ഉറച്ച നിലപാടിൽ മറ്റുള്ളവരെ പോലെ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കൂട്ടം കൂടിയിട്ടുള്ളൊരു ഗെയിം പ്ലാനിങ് അല്ല അനീഷ് കളിച്ചത്. അനീഷ് അവിടെ ഒറ്റയ്ക്കാണ് ഫുൾ ഗെയിം അവിടെ പ്ലാൻ ചെയ്ത് കളിച്ചത്. നല്ല രീതിയിലുള്ള മൈൻഡ് വർക്ക് കൂടെ അനീഷ് നടത്തിയിട്ടുണ്ട്. ഇതിലേക്ക് വരാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അനീഷ്. അപ്പോൾ അങ്ങനെയുള്ള ഇതുകൊണ്ടാണ് അനീഷ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം, ഞാൻ ഉൾപ്പെടെ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അനീഷ് തെറ്റ് പറ്റിയോ എന്നൊരു ഒരു ഡൗട്ട് ഇല്ലാതില്ല. അതായത് ഒന്നാമത് അനീഷും അനുമോളും തമ്മിൽ അനീഷിൻ്റെ ഒരു നേച്ചർ, അതായത് സ്ത്രീ വിരുദ്ധ വ്യക്തി എന്ന നിലയിലാണ് അനീഷ് അറിയപ്പെട്ടത്. തുടക്കത്തിൽ ഇവർ തമ്മിൽ ഫസ്റ്റ് നല്ല രീതിയിൽ അടിയായിരുന്നു. പിന്നീടാണ് അനുമോൾക്ക് പ്രശ്നം സമയത്ത് അനീഷ് സോഫ്റ്റ്വെയർ സംസാരിച്ച് അനുമോള് എല്ലാവരും ഒറ്റപ്പെടുന്ന സമയത്ത് അനീഷ് കുറച്ച് അവരോട് സോഫ്റ്റ് കോർണറായിട്ട് അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നത്. അപ്പോൾ ആ ഒരു അവസരം മുതലെടുത്തിട്ടാണ് അനീഷ് ഈ പ്രപ്പോസ് ചെയ്ത് എന്നൊരു റൂമറും അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഒരു വശമുണ്ട് അനീഷ് പ്രപ്പോസൽ ചെയ്തത്. മാത്രമല്ല അനുമോൾ ഇതിനെ ഹാൻഡിൽ ചെയ്ത രീതി വെച്ച് നോക്കുമ്പോൾ അനീഷിനേക്കാളും മെച്ചൂറായിട്ട് അനുമോൾ ഇതിനെ ഹാൻഡിൽ ചെയ്തു. പക്ഷെ അനീഷ് ചെയ്തത് ഇത് പ്രപ്പോസൽ നിരസിച്ചല്ല. ലാലേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല, അത് വേണ്ടെന്ന് വയ്ക്കാം, സ്വീകരിക്കാം, പക്ഷെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം പ്രണയം ആർക്ക് വേണമെങ്കിൽ ആരോട് തോന്നാം. അപ്പോൾ അത് പറഞ്ഞ അനുമോൾ നല്ല രീതിയിൽ അത് സ്കിപ്പ് ചെയ്ത് വിട്ടു. പക്ഷെ അനീഷ് ചെയ്തത് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് ചാടി എണീച്ച് അവിടെ നിന്ന് പോവുക ചെയ്തത്. പക്ഷേ ഇത് അനീഷ് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കാരണം അനുമോള് നല്ല രീതിയിൽ അനീഷിൻ്റെ അടുത്ത് അനീഷിന് പ്രണയം തോന്നുന്ന രീതിയിൽ ചിലപ്പോൾ നിന്ന് കാണണം.
നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അനീഷിൻ്റെ അടുത്തൊരു ഓവർ മിങ്കിളായിട്ട് നിൽക്കാനൊക്കെ പുള്ളിക്കാർ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ചിലപ്പോൾ അനീഷ് അങ്ങനെ ചിന്തിക്കുമെന്ന് അനുമോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അനുമോൾ ചിലപ്പോൾ ബ്രദർ അല്ലെങ്കിൽ ഫ്രണ്ട് ഒരു ബെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോൾ അനുമോൾ കണ്ടിട്ടുണ്ടാവുക. പിന്നെ അത്ര നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടാവണം. അപ്പോൾ പുള്ളിക്കാരെ അങ്ങനെ കണ്ടില്ല എങ്കിൽ കൂടെ അനീഷ് ആ ഒരു ലെവലിലേക്ക് തരം താഴണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരു നിലപാടുള്ള ഒരു ഗെയിമറാണ്, നല്ലൊരു നിലപാടുള്ള ഒരു വ്യക്തിയാണെന്ന നിലയിൽ ലാലേട്ടന് വരെയുള്ളൊരു ബഹുമാനം കൊടുത്തിട്ടാണ് അനീഷിനോട് സംസാരിച്ചിരുന്നത് പല പല സമയത്ത് പല എപ്പിസോഡിലും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ലാലേട്ടനായാലും ബിഗ് ബോസ് ആയാലും ഏഷ്യനെറ്റ് ആയാലും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇവരുടെ ലൈഫിന് ബാധിക്കുന്ന കാര്യമാണ്. അനുമോൾക്ക് ഇതിനെ അനീഷിൻ്റെ കാര്യം വരുന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ഇത് സ്വീകരിക്കാതിരിക്കാം. പക്ഷെ ഇവരുടെ ലൈഫിനെ ബാധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ചാനലുകൾ, അതായത് മീഡിയാസ് നല്ല രീതിയിൽ ഇത് ആഘോഷിക്കും. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി അടുത്ത സീസൺ വരുന്നവരെ അനുമോൾ ഓൾറെഡി സെലിബ്രിറ്റി ആയതുകൊണ്ടുകൂടി ഇത് പുറകെ നടന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറേ ചാനലുകളുണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇനി ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല ഈ ഒരു കാര്യത്തിൽ. അതാണ് ഇത് ഇങ്ങനെയുള്ളൊരു റൂമേഴ്സിൻ്റെ കുഴപ്പം അതാണ്. കാരണം ഇത് ബിഗ് ബോസ് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് കണ്ടന്റാണ് വേണ്ടത്. അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സാധാരണ സീസണിലൊക്കെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് സീസൺ കഴിയുന്നതോറും കണ്ടന്റ് ക്ഷാമം കുറഞ്ഞു വരും, ഉണ്ടാവില്ല. കണ്ടന്റ് ക്ഷാമമായിരിക്കും നല്ല രീതിയിൽ, അധികം കണ്ടന്റ്സ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതിൽ നൂറ്, അനുമോൾ, ഷാനവാസ്, നെവിൻ ഇങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ നടന്ന് നല്ല രീതിയിൽ കണ്ടന്റ് ആകുമ്പോഴാണ് ഇങ്ങനെ അനീഷ് പോയിട്ട് അവരെ കുഴിപ്പോയിട്ട് വീണതാണോ അത് അനീഷ് പോയി സ്വയം ചാടിയതാണോ എന്നറിയില്ല. അനീഷ് പിടികൊടുത്തത്, അതായത് ഒരു കണ്ടന്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് നല്ല രീതിയിൽ ഏഷ്യനെറ്റും ബിഗ് ബോസും പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ റീച്ച് കയറ്റുന്നുണ്ട്. പക്ഷെ അവർക്ക് ആ റീച്ച് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ ഇതിന് ഫേസ് ചെയ്യേണ്ടത് അനുമോളും നമ്മുടെ അനീഷുമാണ്. അപ്പോൾ അവർക്ക് പ്രണയം തോന്നാതിരിക്കാം. പക്ഷെ ഇത് ഒരുപാട് ആഘോഷിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യത്തിൽ.